ഓം ഗുങ്കുരിപ്യോ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. നാരായണീയം ദശകം 88 ശ്ലോകം 5-6. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലേശമനിശം ഹൃദി ഭാവയാമി. ശ്ലോകം 5. നഷ്ട അഷ്ടാസ്യ പുത്രാ പുനരവിധവ തൂപേക്ഷയാ കഷ്ടവാദഹാം പെട്ടോ ജാതോ ജനാനാമത തദവസരേ ദ്വാരകാമാപവാർത്താം മൈത്ര്യാ തത്രോഷിതോസൗ നവമസുതമൃതൗ വിപ്രവർയപ്രരോധം ശുത്വാ ചക്രേ പ്രതിജ്ഞാമനുപഹൃതസുത സന്നിവേക്ഷ്യേ കൃശാനും. അന്വയം. അർത്ഥം: അസ്യ ഈ ബ്രാഹ്മണന്റെ 8 പുത്രാഹ പുത്രന്മാർ നഷ്ട ഇത്തു നഷ്ടപ്പെട്ടുപോയി, പുനരവി വീണ്ടും, തവ അങ്ങയുടെ, ഉപേക്ഷയാ ഉപേക്ഷ കൊണ്ട്, ജനാനാം ജനങ്ങളിൽ നിന്ന്, കഷ്ടവാദാഹ കഷ്ടം എന്ന് പറച്ചിലും, സ്പെട്ട വ്യക്തമായി, ജാതഹ ഉണ്ടായി, അധ പിന്നീട്, തദവസരെ ആ സന്ദർഭത്തിൽ, പാർത്ത അർജുനൻ, ദ്വാരകാം ദ്വാരാവതിയെ, ആപ പ്രാപിച്ചു, അസൗ ഈ അർജുനൻ, തത്ര അവിടെ, മൈത്ര്യാ സ്നേഹത്താൽ, ഉഷിത താമസിച്ചു, നവമ സുതമൃതൗ 9ാമത്തെ പുത്രന്റെ മരണത്തിൽ, വിപ്രവര്യ പ്രരോധം ബ്രാഹ്മണശ്രേഷ്ഠന്റെ കരച്ചിൽ, ശുത്വ കേട്ടിട്ട്, അനുപഹൃതസുത പുത്രനെ തരാത്ത പക്ഷം, കൃശാനു അഗ്നിയെ സന്നിവേക്ഷ്യ പ്രവേശിക്കും, ഇതി എന്ന്, പ്രതിജ്ഞയെ ചക്രേ ചെയ്തു. ഹരി. സാരം: ബ്രാഹ്മണന് 8 സന്തതികൾ ഉണ്ടായി, 8 മരിച്ചു. 9ാമത്തേതും അപ്രകാരം തന്നെ ആയിത്തീർന്നു. ബ്രാഹ്മണൻ കിടന്ന് നിലവിളിച്ചു. ഭഗവാൻ പഴയതുപോലെ ശ്രദ്ധിച്ചില്ല. അർജുനൻ ഓടിച്ചെന്ന് സമാധാനം പറഞ്ഞ് അടുത്ത കുട്ടിയെ താൻ രക്ഷിച്ചു തരാമെന്നും അപ്രകാരം ചെയ്തില്ലെങ്കിൽ അഗ്നി കൂട്ടി അതിൽ ചാടി തൻ്റെ ജീവിതം അവസാനിപ്പിക്കുന്നതാണെന്നും ശപഥം ചെയ്തു. ഹരി. ഓം ഗുങ്കുരിപ്യോ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ശ്ലോകം 6. മനീസാത്വാമാപൃഷ്ട്വാ ദ്വിജനിലയഗതോ ബാണാജാലൈർ മഹാസ്ത്രൈഃ രുന്ദാനസൂരിഗേഹം പുനരവിസഹസാ ദൃഷ്ടനഷ്ടേ കുമാരേ യാമ്യാന്തൈ തദാന്യാസുരവര നഗരീം വിദ്യയാ സാധ്യ സദ്യോ മോഹോദ്യോഗ പതിഷ്യൻ ഹുതഭുജീ ഭവദാ സസ്മിതം വാരിദോ ഭൂൻ. അന്വയം. അർത്ഥം: മാനി ദുരഭിമാനിയായ സഹ ആ അർജുനൻ, ത്വാം അവിടുത്തോടെ, അപൃഷ്ട്വാ ചോദിക്കാതെ കണ്ടിട്ട്, ദ്വിജനിലയഗതക ബ്രാഹ്മണ ഗൃഹത്തിൽ ചെന്ന്, ബാണജാലൈ ശരസമൂഹം കൊണ്ട്, മഹാസ്ത്രൈ ദിവ്യാസ്ത്രങ്ങൾ കൊണ്ട്, സൂതികേകം ഈറ്റില്ലത്തെ, രുന്ദാന ആരും പ്രവേശിക്കാതെ തടഞ്ഞവനായി, പുനരവി വീണ്ടും അപ്രകാരം ചെയ്തിട്ട്, സഹസ പെട്ടെന്ന്, കുമാരി ജനിച്ച കുട്ടി, ദൃഷ്ടനറ്റെ കണ്ടില്ല എന്ന മട്ടിൽ പ്രസവിച്ചപ്പോൾ തന്നെ അപ്രത്യക്ഷനായപ്പോൾ, യാമ്യാം യമ നഗരത്തെയും, ഐന്ദ്രീം ഇന്ദ്രനഗരത്തെയും, അന്യ മറ്റുള്ള, സുരവര നഗരി ദിക് ദേവന നഗരങ്ങളെയും, വിദ്യ യോഗനിദ്രയിൽ സദ്യ പെട്ടെന്ന് തന്നെ ആസാദ്യ പ്രാപിച്ചിട്ട്,
മോഹോദ്യോഗ പ്രയത്നം ഫലിക്കാത്തവനായി. ഉദഭുജി അഗ്നിയിൽ പതിഷ്യൻ വീഴാൻ തയ്യാറായ അർജുനൻ ഭവത അങ്ങയാൽ സസ്മിതം പുഞ്ചിരിയോടുകൂടി വാരിതക തടയപ്പെട്ടവനായി അഭൂത് ഭവിച്ചു. ഹരിവു സാരം ബ്രാഹ്മണൻ പത്നിയുടെ പ്രസവ സമയം അറിയിച്ചപ്പോൾ അർജുനൻ ഭഗവാനോട് ഒരു വാക്കുപോലും പറയാതെ ബ്രാഹ്മണഗൃഹത്തിൽ ചെന്ന് സൂതികാഗൃഹം ബാണങ്ങളാലും ദിവ്യാസ്ത്രങ്ങളാലും ആരും പ്രവേശിക്കാതെ മറച്ചു. പെട്ടെന്ന് ബ്രാഹ്മണി പ്രസവിച്ചതറിഞ്ഞ് നോക്കിയപ്പോൾ കുട്ടിയുടെ ശരീരം പോലും കാണാനായില്ല. വേഗം തന്നെ അർജുനൻ യോഗവിദ്യ കൊണ്ട് യമപുരിയിലും ഇന്ദ്രപുരിയിലും മറ്റ് ദിക്പാല നഗരങ്ങളിലും എല്ലാം ചെന്ന് അന്വേഷിച്ചു. ഫലമൊന്നും ഉണ്ടായില്ല. കുട്ടിയെ കാണാൻ കഴിയാതെ പ്രതിജ്ഞയനുസരിച്ച് മടങ്ങിയെത്തി അഗ്നി കൂട്ടി അതിൽ ചാടാൻ തുടങ്ങിയപ്പോൾ ഭഗവാൻ ചിരിച്ചുകൊണ്ട് അർജുനനെ തടഞ്ഞു. ഹരിവു